മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. കൊല ചെയ്യപ്പെട്ട പ്രമുഖ നേതാവ് ബലരാമന്റെ ഭാര്യ ചന്ദ്രമതിക്കു നേരെ പീഡനശ്രമം. ഇന്ന് പകൽ സമയത്താണ് സംഭവം നടന്നത്. സ്കൂൾ മാഷായ പ്രതി ഗിരീഷ് പോലീസ് കസ്റ്റഡിയിൽ. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ചന്ദ്രമതിയുടെ വീടായ തേവക്കാട്ടേക്ക് അതിക്രമിച്ചു കയറിയാണ് ഗിരീഷ് ചന്ദ്രമതിയെ ആക്രമിച്ചത്. ഈ സമയത്ത് അവിടേക്ക് ചന്ദ്രമതിയുടെ സഹോദരൻ ത്യാഗരാജനും കൂട്ടുകാരും എത്തുകയും ഗിരീഷിനെ തടയുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. ചന്ദ്രമതിയുടെ സഹോദരന്റെ കൂട്ടുകാരാണ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. ചന്ദ്രമതിയെ രക്ഷിച്ച് അധ്യാപകൻ ഗിരീഷിനെ പോലീസിൽ ഏൽപ്പിച്ചു. ബലരാമനെ കൊല ചെയ്തതിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മരുമകനാണ് ഗിരീഷ്. ത്യാഗരാജൻ പുറത്തു പോകുന്ന സമയം നോക്കിയാണ് പ്രതി ഗിരീഷ് അക്രമം ആസൂത്രണം ചെയ്തത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് രജനി മോളെ 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 രജനി മോളെ എന്താ മോളെ? ഇത് അവൻ തന്നെ, ആ വൃത്തികെട്ടവൻ ത്യാഗരാജൻ. അവൻ തന്നെ അതിന്റെ പുറകില് 100% ഉറപ്പാ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഒരു സ്ത്രീകളോടും തെറ്റായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യാത്ത ആളാ ഗിരീഷേട്ടൻ. ഇതാ ചതിയാൻ കുടുക്കിയത് തന്നെയാ. കുടുംബത്തിലെ ഏറ്റവും മാന്യനായ ആളെ അപമാനിച്ചാലേ കുടുംബം ആകെ അങ്ങ് ഒതുങ്ങിക്കൊള്ളുന്ന ത്യാഗരാജന്റെ കണക്കൂട്ടില്. പാവം പ്രഭാന്റി തളർന്നു പോയിട്ടുണ്ടാവും. ഇല്ല, ഇനി പ്രഭകുഞ്ഞ് തളരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇങ്ങനൊരു അപമാനം താങ്ങാൻ പറ്റില്ലമ്മേ. പ്രഭാന്റിയും ദേവിയും രജനി ചേച്ചിയും എല്ലാവരും വീണു പോയിട്ടുണ്ടാവും. ആ ത്യാഗരാജന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി പോണ്ടി വരും. എന്താമ്മേ? ഒന്നുമില്ല. അല്ല, അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? ത്യാഗരാജനെ കാണാൻ പോയെന്നോ തല്ലിയെന്നൊക്കെ? ഒന്നുമില്ല, അതൊക്കെ പഴയ കാര്യങ്ങള്. വെറുതെ സ്വപ്നം കണ്ടതാ. എന്ത് സ്വപ്നം കണ്ടുന്ന്? ത്യാഗരാജൻ പ്രഭക്കുഞ്ഞിനെയും ഗിരിയും നന്ദമോനെയൊക്കെ ശല്യപ്പെടുത്തിയപ്പോ സഹിക്കാൻ പറ്റാതെ ഞങ്ങള് പോയി തല്ലിന്ന് സ്വപ്നം കണ്ടു മോളെ. അതടിപൊളി സ്വപ്നമാണല്ലോ. ഈ ഞങ്ങളെന്ന് വെച്ചാ ആരൊക്കെയാ? ഞാനും പ്രഭക്കുഞ്ഞും. സ്വപ്നമാണെങ്കിലും രസമുണ്ട്. അമ്മ പറ, അമ്മയും പ്രഭാന്റിയും കൂടി ത്യാഗരാജനെ തല്ലാൻ പോയിട്ട് ഒരു ഗുണ്ടയും ഞങ്ങക്ക് കൂട്ടിന് കിട്ടി. എന്നിട്ട് ത്യാഗരാജൻ ഞങ്ങൾ തല്ലി ചതച്ചു. എന്നിട്ട് താക്കീത് നൽകി തിരിച്ചു പോന്നു. അതോടെ ത്യാഗരാജൻ കുറച്ചൊന്നും ഒതുങ്ങിയതാ. നടക്കാത്ത സ്വപ്നമാണെങ്കിലും ആകെ ഒരു ഓളമുണ്ട്. ഞാനും കാണും ദുഷ്ടന്മാരെ തല്ലി ചതയ്ക്കുന്ന സ്വപ്നം, നടക്കാത്ത സ്വപ്നം. നടക്കാത്ത സ്വപ്നാണോ നടത്തിയ സ്വപ്നാണെന്നൊക്കെ നീ ഒരിക്കലും അറിയും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഗിരീഷേ, എന്താ ഗിരീഷേ, എന്താ സംഭവിച്ചത്? മാഡം, എല്ലാ ത്യാഗരാജന്റെ ചതിയാ. തേവക്കാട്ട് ചെന്ന് ചന്ദ്രമതി മേഡത്തെ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു. ത്യാഗരാജൻ തടഞ്ഞു. മേഡത്തെ കാണാതെ ഞാൻ തിരിച്ചു പോയില്ലെന്ന് ഉറപ്പായപ്പോ ത്യാഗരാജൻ എന്നെ വീട്ടിലേക്ക് കടത്തി വിട്ടു. എന്നിട്ട് അകത്ത് കയറി ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ചു.
ഒരു മുറിയിൽ ചന്ദ്രമതി മേഡത്തെ കണ്ടപ്പോ ത്യാഗരാജൻ എന്നെ കയറി പിടിച്ചു, ബഹളം വെച്ചു. അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുകയും ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മാഡം. മാഡം വിഷമിക്കണ്ട, കള്ളക്കേസാ, ഞാൻ കൈകാര്യം ചെയ്തോളാം. സോഷ്യൽ മീഡിയ മുഴുവൻ ഈ വാർത്തകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇവിടെ പോലീസുകാർ വഴി ഞാൻ വിവരങ്ങൾ അറിയുന്നുണ്ട്. അവിടെ ഗിരീഷിന്റെ അമ്മയും രജനിയും ഒക്കെ ആകെ വിഷമത്തില. സത്യം പറഞ്ഞ് മനസ്സിലാക്കാവരെ. ഞാൻ സിയെ ഒന്ന് കാണട്ടെ. അയ്യോ, അത് വേണ്ട മാഡം. അയാൾ ത്യാഗരാജന്റെ ആളാ. അതറിയാം, എങ്കിലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ പൊന്നു സാറേ, ചേച്ചി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ആ അത് മതി, ഞാനല്ലേ ഇവിടെ ഉള്ളത്. എക്സ്ക്യൂസ് മീ സർ. വാ 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 വാ. ശരി, ഞാൻ വിളിക്കാം. ഓ, ആരാ? മനസ്സിലായില്ല. എന്നെ സാറിന് മനസ്സിലായില്ലേ? എന്റെ പേര് പ്രഭാവതി. ഓ, സിദ്ധാർത്ഥന്റെ ഭാര്യ. പരാതി വല്ലതും തരാനാണോ? എസ്ഐനെ കൊടുത്താ മതി. പരാതി തരാൻ തന്നെയാ വന്നത്. പരാതി പക്ഷേ സാറിനെതിരെയാ. ഓ, അങ്ങനെയാണോ? എന്താണാവോ പരാതി? ത്യാഗരാജൻ എന്ന വ്യക്തിയുടെ കള്ളപ്പരാതിയിൽ അയാളുടെ പണവും പറ്റി CI ഗിരീഷ് എന്ന സ്കൂൾ മാഷിനെതിരെ കള്ളക്കേസെടുത്തു. ഓ, അത് ശരി, അങ്ങനെയാണോ? എന്റെ മാഡം, മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ കല്യാണം കഴിക്കാൻ വരുന്നവന്റെ സ്വഭാവം അന്വേഷിക്കണം. ഇതുപോലുള്ള ഞരമ്പുകൾക്ക് പെണ്ണു കൊടുത്തിട്ട് പിന്നെ കുറ്റം സർക്കിളിന്റെയും പോലീസിന്റെയും തലയെ കൊണ്ടിടണ്ട. സർ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ മര്യാദ കൊണ്ടാ നിങ്ങൾ ഇവിടെ രണ്ടു കാലിൽ നിൽക്കുന്നത്. ഇൻസ്പെക്ടർ സർ, ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ചോദ്യം ചോദിക്കുന്നവർ ചോദിക്കട്ടെ, അപ്പൊ പറഞ്ഞോളാം ഉത്തരം. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുത്ത് ഇപ്പൊ അകത്താക്കാം. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്. ഞാനത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഊഹിച്ചൂടെ ഞാൻ മുൻവിധിയോടല്ല കാര്യങ്ങളെ സമീപിക്കുന്നതെന്ന്. ആ സമീപനത്തിന്റെ അർത്ഥം എനിക്കറിയാം. മനസ്സിൽ ലക്ഷ്യമിട്ട ചിലരെ കൊടുക്കാൻ വേണ്ടിയുള്ള വിട്ടുവീഴ്ച. പ്രത്യേകിച്ച് വിരോധം വച്ചല്ല ഒന്നും ചെയ്യുന്നതെന്ന് നാട്ടുകാരോട് പറയാലോ. മതി മതി, വാചകടിച്ച മതി. എന്തു മതിയെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ മരുമകനെ കള്ളക്കേസിൽ കുടുക്കിയതിന് നിങ്ങൾക്കെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. DGPക്ക് പരാതി പോവും, മനുഷ്യാവകാശ കമ്മീഷനിൽ പോവും. ആണോ? ചെന്നാ മതി. വേണമെങ്കിൽ പോലീസ് ജീപ്പിൽ തന്നെ പോകാം. എന്റെ പ്രഭാവതി മാഡം, നിങ്ങളിപ്പോ എന്റെ ഔദാര്യത്തിലായി ഇവിടെ നിന്ന് വാചമടിക്കുന്നത്. എന്റെ ക്ഷമ നശിച്ചിട്ടുണ്ടല്ലോ. ദേ, സെല്ലിനകത്തായിരിക്കും ഇന്ന് അന്തി ഉറക്കം. താനെന്തോ നാവിന് എല്ലില്ലാത്ത സ്ത്രീകളെ വിളിച്ചു വരുത്തി ഷോ കാണിക്കുക. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് നിന്നെ പിടിച്ച് സെല്ലിടേണ്ടതാ. ഏയ്, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി കേസെടുത്താൽ സാർ അനുഭവിക്കും. ദേ, ഇവിടെ കിടന്ന് ചിലക്കാതെ പോ, പുറത്തു പോ. പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്ന സ്ത്രീയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മുൻപത്തെ അനുഭവം മറന്നോ സാറേ? ഗിരീഷിനെ കുറിച്ച് സാർ എന്താ വിചാരിച്ചത്? സ്വന്തം അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയെ ചേർത്ത് ഇല്ലാക്കഥ ഉണ്ടാക്കി കേസെടുത്താലേ? നിർത്ത്. ഇത് ചന്ദ്രോത്ത് വീടല്ല, പോലീസ് സ്റ്റേഷനാ. മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞോളാം. ഇവിടെ മര്യാദകേട് കാണിക്കുന്നത് നിങ്ങളാണ് മിസ്റ്റർ ഇൻസ്പെക്ടർ. നിങ്ങൾ ഇവിടെ ജയിക്കുമായിരിക്കും. കോടതിക്ക് സത്യങ്ങളൊക്കെ ബോധ്യമാവും. അവിടെ കാണിച്ചു തരാം. നീ എന്ത് കാണിക്കടാ? അതൊക്കെ കാണാം സാറേ. ഗിരീഷേ, എന്തായാലും തോറ്റു തരാൻ പോകുന്നില്ല സർ. ഗിരീഷ് പറഞ്ഞതുപോലെ കോടതിയിൽ വരട്ടെ, അപ്പൊ കാണാം. കാക്കിയിട്ട് ഒരു ഉദ്യോഗസ്ഥനോടാ നിങ്ങൾ സംസാരിക്കുന്നേ? നിങ്ങൾ ഇട്ടിരിക്കുന്നത് കാക്കിയാ, അല്ലാതെ പോലീസ് യൂണിഫോം അല്ല. പോലീസ് വേഷം സംരക്ഷണത്തിന്റെയും സഹായത്തിന്റെയും വേഷം.
അല്ലാതെ വിരോധമുള്ളവന്റെ പേരിൽ കള്ളക്കേസ് എടുക്കാനുള്ള ലൈസൻസ് അല്ല. ത്യാഗരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ നിങ്ങൾക്ക് എന്ത് തെളിവുകൾ ഉണ്ടായിരുന്നു? ത്യാഗരാജന്റെ പരാതിയോ? ആര് പറഞ്ഞു ത്യാഗരാജന്റെ പരാതിയാണെന്ന്? ഇത് ചന്ദ്രമതി മാഡത്തിന്റെ പരാതിയാണ്. ഇല്ല, ഗിരീഷിനെതിരെ ചന്ദ്രമതി ഒരിക്കലും ഇങ്ങനെ ഒരു പരാതി തരില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്റെ പ്രൊഫസറെ, ചന്ദ്രമതി മാഡം വിളിച്ചു പറഞ്ഞിട്ടാ ഈ കേസ് എടുത്തിരിക്കുന്നത്. അവരുടെ തേവക്കാട്ടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് ചന്ദ്രമതി നേരിട്ടാ വിളിച്ചു പറഞ്ഞത്. പ്രായത്തിന്റെ വ്യത്യാസമെങ്കിലും നോക്കണ്ടേടോ. ഒരു മരുമോൻ. ഹലോ നന്ദു, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ഗിരീഷേട്ടന്റെ കാര്യമല്ലേ? അറിഞ്ഞു. ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇത്തിരി തിരക്കിലായിപ്പോയി. നമ്മള് എന്ത് ചെയ്യും നന്ദു? അമ്മേനെ വിളിച്ചിരുന്നു. കാര്യങ്ങൾ അമ്മ നോക്കിക്കോളാന്നും ഇപ്പൊ നമ്മളങ്ങോട്ട് ചെല്ലണ്ടെന്നോ പറഞ്ഞേ. എനിക്കിവിടുന്ന് ലീവ് കിട്ടില്ല. ലീവ് അനുവദിക്കാതെ ഞാൻ പോയാ ഈ ജോലി പോവും. എന്റെ അവസ്ഥ അത് തന്നെയാ. അമ്മയ്ക്കത് മനസ്സിലായി. അതുകൊണ്ടാ ജോലിയുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതിയെന്നും നമ്മളാരും അങ്ങോട്ട് ചെല്ലണ്ടെന്നും പറഞ്ഞേ. എന്നാലും ഗിരീഷേട്ടനെ ആ ത്യാഗരാജൻ ഇങ്ങനെ ചതിച്ചു കളഞ്ഞല്ലോ. ദുഷ്ടൻ. എന്തായാലും അവനൊരു തിരിച്ചടി കൊടുക്കണം. നന്ദു, അമ്മയ്ക്ക് മാത്രം സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഞാനിവിടെ ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടെ, ലീവാക്കാൻ പറ്റുമെന്ന്. അഡ്വക്കേറ്റിന്റെ ആവശ്യമുണ്ട്. ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? കാട്ടൂരാനെ ഒന്ന് വിളിക്കണം. ദേവികെ, മാഡം വിളിക്കുന്നുണ്ട്, വേഗം ചെന്നോളൂ. ഞാൻ വിളിക്കാൻ നന്ദു. ആ ശരി. നീ ഇങ്ങനെ കരഞ്ഞ് തളർന്നു നിന്നിട്ട് എന്താ കാര്യം? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ മോന്റെ ദേഹത്ത് ഇങ്ങനെ ഒരു കളങ്കം വന്ന് വീഴുന്നത്. സ്ത്രീകളോടുള്ള അവന്റെ ബഹുമാനം എത്ര വലുതാണെന്ന് നിനക്കും അറിഞ്ഞൂടെ? വായനയും എഴുത്തും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞ അവനെ കുറിച്ച് എന്തൊക്കെയാ ഓരോരുത്തർ എഴുതി വിടുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൻ ചെന്ന് തല വയ്ക്കണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അവസാനം സ്വന്തം പേരില്ലാതെയായി. പാവം എന്റെ മോൻ. ചന്ദ്രമതിയുടെ സഹോദരൻ ത്യാഗരാജൻ തന്നെ ഇതിന്റെ പിറകിൽ. പണ്ടേ അവന് വാശിയുണ്ടല്ലോ ഗിരിയോട്. ആ പക തീർത്തത് തന്നെയാ. ചന്ദ്രമതിയെ കാണാൻ ഇവൻ എന്തിനാ പോയത്? ആവശ്യമുള്ളവർ ചെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ഈ അപമാനം ജീവിതകാലം മുഴുവൻ ചുമക്കണമല്ലോ അവൻ. എല്ലാരും കൂടി അവനെ പറഞ്ഞു വെച്ചിട്ടിപ്പോ. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ. സ്വന്തം മനസ്സല്ല പോയതല്ലേ.
കൂടെ കുറ്റപ്പെടുത്തിയ പിന്നെ ഞാൻ തളർന്നു പോവും. മോളെ, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ ചില പിടിപ്പുകേടുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തുറന്നു പറഞ്ഞില്ല. തനുജയുടെ അമ്മയുടെ അച്ഛന്റെ കാര്യം തക്ക സമയത്ത് എല്ലാരും അറിയിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. എന്റെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോൻ ഇങ്ങനെയാ വിധി കിടക്കുന്നത്. മോൾ ഇനി കരയണ്ട. ചന്ദ്രമതി പരാതി കൊടുത്തു എന്നാ CI പറയുന്നത്. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, മാഡം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് ത്യാഗരാജന്റെ കള്ളപ്പരാതി തന്നെ. ചന്ദ്രമതി ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്നും പിന്നീട് നേരിട്ടെത്തി പരാതി കൊടുക്കുമെന്നും CI പറയുന്നത്. അതിനൊരു സാധ്യതയില്ല മാഡം. ഇയാള് ത്യാഗരാജന്റെ ആളാ. അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന് നന്ദി കാണിക്കണമല്ലോ. ഞാൻ തേവക്കാട്ടേക്ക് പോവാ. ഏയ് വേണ്ട, അത് കൂടുതൽ കുഴപ്പമാവേ ഉള്ളൂ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. വേണ്ട, ചന്ദ്രമതി എനിക്ക് നേരിട്ട് കാണണം. നടന്നതൊക്കെ എനിക്കറിയണം. പ്ലീസ് മാഡം, അബദ്ധം കാണിക്കല്ലേ. അറിഞ്ഞുകൊണ്ട് ആപത്തിലേക്ക് പോരുത്. എന്തായാലും പരാതി എഴുതി കൊടുത്ത ശേഷമല്ലേ ഇവിടെ നടപടി ഉണ്ടാവൂ. ആദ്യം പരാതി കൊടുക്കട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കട്ടെ. അപ്പം കാര്യങ്ങൾ അവതരിപ്പിക്കാം. എന്തായാലും മാഡം ഒറ്റയ്ക്ക് തേവക്കാട്ട് പോകണ്ട. ഇല്ല ഗിരീഷേ, ഗിരീഷിനെ പോലൊരു നല്ല മനുഷ്യനെ കൊടുക്കാൻ അവളും എങ്ങനെ കൂട്ടുനിന്നു എന്ന് എനിക്കറിയണം. എനിക്ക് ചന്ദ്രമതിയെ കണ്ടേ പറ്റൂ. സർ, എനിക്ക് കേസിന്റെ വസ്തുതകൾ അറിയാൻ ചന്ദ്രമതിയെ ഒന്ന് കാണണം. അതിനിപ്പോ ഞാനെന്ത് വേണം? നിങ്ങൾ ചെന്ന് കാണുകയോ കാണാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56 8000-8001-20. ഒറ്റയ്ക്ക് പോയാൽ അവിടെ വീണ്ടും ചതി നടക്കുന്നു ഉറപ്പാ. ഇവിടുത്തെ ഒരു പോലീസിനെ കൂടെ അയക്കണം. ഒരു കാര്യം ചെയ്യേ, ഗവൺമെന്റിലേക്ക് ഒരു അപേക്ഷ കൊടുക്ക്. പുറത്തിറങ്ങുമ്പോ ഇസഡ് കാറ്റഗറിയിൽ ഒരു സുരക്ഷ വേണമെന്ന്. പോലീസിന് വിട്ടു കൊടുക്കണം പോലും. പിന്നെ ചന്ദ്രോത്ത് പ്രഭാവതിക്ക് എസ്കോർട്ട് പോവുകയല്ലേ പോലീസിന്റെ പണി. എന്തായാലും ഒരു കാര്യം അറിയിക്കാം. പരാതി തരാനായിട്ടേ ചന്ദ്രമതി മേഡവും ത്യാഗരാജനും പുറപ്പെട്ടു കഴിഞ്ഞു. വൈകാതെ ഇങ്ങെത്തും. തൽക്കാലം മേഡം പുറത്തിറങ്ങിയിരിക്കണം. ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയാ. ഇറങ്ങ. വാ. ഇരയുടെ മൊഴിയെടുത്തിട്ട് വേണം കോടതിയിൽ ഹാജരാക്കാൻ. അതുവരെ ഒരു മനസ്സലീപ്പ് കാണിച്ചതാ. അല്ലെങ്കിൽ ചെറുക്കനിപ്പോ സെല്ലി കിടക്കണം. ട്രാഫിക് ബ്ലോക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. അത് സാരമല്ലോ.
ദേ മേഡത്തെ അന്വേഷിച്ച് നിൽക്കുക പ്രതിയുടെ അമ്മായിയമ്മ. ഇത് കള്ളക്കേസാണെന്നാ പറയുന്നേ. കേസ് കോടതിയിൽ എത്തട്ടെ. കള്ളമാണോ സത്യമാണോ എന്നുള്ളതൊക്കെ അപ്പ അറിയാം. ചന്ദ്രമതി പറയട്ടെ, ഗിരി അപമാനിച്ചിട്ടുണ്ടോന്നു? പറയേ ചേച്ചി. പറയ ചന്ദ്രമതി. എന്താ നിങ്ങൾക്ക് സംശയം? സത്യമായ കാര്യങ്ങളാ ഞാൻ സിഐയോട് വിളിച്ചു പറഞ്ഞത്. ആ രീതിയിൽ തന്നെയാ മൊഴി കൊടുക്കാനും പോകുന്നത്. സർ, മൊഴിയെടുക്കാലോ? വരൂ. ഓ ചന്ദ്രമതി, നീ ചതിക്കരുത്. നോക്ക്, ഗിരീഷിനെ മാത്രമല്ല ഒരു കുടുംബത്തെ ആകെയാ നീ നശിപ്പിക്കാൻ പോകുന്നത്. പ്ലീസ് ചന്ദ്രമതി, ഇത് കള്ളക്കേസാ, ഉറപ്പാ. ത്യാഗരാജൻ നിന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നതാ. ചന്ദ്രമതി അന്ന് വീട്ടിൽ വന്ന് എത്ര സന്തോഷത്തോടെ എല്ലാവരോട് സംസാരിച്ചത്. വേണ്ട, സിദ്ധുവിന്റെ കേസ് പിൻവലിക്കണ്ട. കമ്പനിയുടെ ആസ്തികൾ വിട്ടുതരികയും വേണ്ട. പക്ഷേ ഈ കേസിൽ ഗിരീഷിനെതിരെ നീ മൊഴി കൊടുക്കരുത്. ദൈവത്തിന് നിരക്കാത്തതാ അത്. നോക്ക് ചന്ദ്രമതി, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എനിക്കൊന്നും കേൾക്കണ്ട. മാറിക്കങ്ങോട്ട്. സർ, ഈ പ്രതികളുടെ കൂടെ വന്നവരൊക്കെ എന്തിനാ അകത്ത് കയറ്റുന്നത്? ആ, മുന്നമ്മലയുടെ ഭാര്യയല്ലേ? സർ, ഞാൻ മൊഴി തരാം. വരൂ. ചന്ദ്രമതി, ആ മോളെ ദേവിക. ഹലോ സർ, സർ എവിടെയാ? ആ, എവിടെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മോള് കാര്യം പറഞ്ഞോ? സർ, ആ ത്യാഗരാജൻ ഗിരീഷേട്ടനെ കുടുക്കി. എന്താ കാര്യം? സർ, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണം പ്ലീസ് സർ. പേടിക്കണ്ട മോളെ, സ്റ്റേഷനിൽ എത്തുക മാത്രമല്ല മാഷിനെ പുറത്തിറക്കിയിട്ടേ ഞാൻ വരൂ. എനിക്ക് ഓഫീസിൽ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. അങ്ങോട്ട് പോവാൻ ലീവും കിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ശരി സർ, ഞാൻ വിളിക്കാം. ആ, താങ്ക് യു സർ. അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണല്ലോ ഓഫീസ് ടൈമിൽ ചർച്ച ചെയ്യുന്നേ.
സോറി മാഡം, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തത്യാവശ്യം? ഇവിടുത്തെ അത്യാവശ്യങ്ങളാണ് എന്റെ പ്രയോറിറ്റി. അതിനാ ഞാൻ നിങ്ങളെ ഇവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. മാഡം, ഞാൻ സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ സംസാരിക്കുന്നിടെ താൻ പറയണ്ട. ഡു വാട്ട് ഐ സേ. ഇവിടെ വരുന്നത് എനിക്ക് വേണ്ടി ജോലി ചെയ്യാനായിരിക്കണം. അതിനുള്ള സമയമില്ലെങ്കിൽ രാജിക്കത്ത് എഴുതി കൊടുത്ത് വീട്ടിലേക്ക് പോയിക്കോ. മനസ്സിലായോ? ഇനി ആവർത്തിക്കില്ല മാഡം. ആവർത്തിക്കരുത്. സ്ത്രീകളുടെ വളർച്ചയ്ക്ക് അവരുടെ കൂടെ നിൽക്കുക, സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനിയിൽ കൂടുതൽ ലേഡി സ്റ്റാഫിനെ നിയമിച്ചിരിക്കുന്നത്. എന്നിട്ടോ അവരിവിടെ വന്ന് മൊബൈലിൽ കളിക്കുന്നു. സ്വന്തം കുഴി തോണ്ടുന്ന പെൺകുട്ടികളോട് ഒരു പരിഗണനയും ഇല്ല എനിക്ക്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. സോറി. സർ, എന്താ? ഞാൻ പുറത്ത് നിൽക്കാം, അവനെ ഒന്ന് കാണാൻ. ഓ ശരി. പിന്നെന്താ നടന്നത്? ഗിരീഷേ, എന്തു പറയുന്നു മാഷേ? എടോ വാദ്യാരെ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞല്ലേ ചേച്ചി അകത്തില്ല, ചേച്ചി ഡൽഹിയിലാന്നൊക്കെ. അപ്പൊ നിനക്ക് വലിയ ഹീറോ ആവണം. നീ എന്താ പറഞ്ഞേ? സിദ്ധാർത്ഥം കേറുമെന്ന് അറിയില്ല, മരുമകൻ കേറുമെന്ന് അല്ലേ? കേറി. മരുമകൻ ദേ ഇപ്പൊ കോടതി കയറാൻ പോകുന്നു. കോടതിയിൽ നിന്ന് പിന്നെ ജയിൽ. എന്റെ PR ടീം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. മിനിറ്റിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക നിനക്കെതിരെയുള്ള കമന്റ്സേ. ഇനി നീ കുറെ കാലം ഏറെ തന്നെ ആയിരിക്കും. താഴെ ഇറങ്ങിയാലും നിനക്ക് നിവർന്ന് നടക്കാനും പറ്റില്ല. കൂക്കി വിളി, കല്ലേറ്. നിർത്താൻ പറയാനേ, ഇത് നിന്റെ വീടല്ലടാ, എന്റെ വീടാ. ഈ സ്റ്റേഷൻ എന്റെ സ്വന്തമാ. ചതിയ. എതിരാളികളെ തോൽപ്പിക്കേണ്ടത് ചതിച്ചിട്ടല്ല. ചതിയെങ്കിൽ ചതി. എനിക്ക് ജയവാട പ്രധാനം. അതിന് നീ ജയിച്ചു എന്ന് ആര് പറഞ്ഞു? ഇത് നിന്റെ തോൽവിയാ ത്യാഗരാജ. തോൽവിയോ? അതിന് ചന്ദ്രോത്തുകാരെ അറിയാൻ പോകുന്നത്. ഭർത്താവ് കൊലക്കയറും പ്രതീക്ഷിച്ച് അകത്ത് കിടക്കുക ഇപ്പോഴും. സ്വന്തം വീട്ടിൽ നിന്ന് ബാങ്കുകാർ ഇറക്കി വിടുമ്പോഴും കുറച്ചൊന്ന് അടങ്ങുമെന്ന് കരുതി. ഇല്ല. വിരട്ടല്, തട്ടിക്കൊണ്ടുപോക്ക്, വെല്ലുവിളി. ഇനി ത്യാഗരാജന്റെ നാളുകളാ. സൂക്ഷിച്ചോ. ആ
ചേച്ചി പോവാം. ചന്ദ്രമതി, നിന്റെ മനസ്സ് മാറിയത് വിശ്വസിച്ച് എനിക്ക് നീ തന്ന ഇരുട്ടടിയായത്. ചേച്ചി മാഡം വിഷമിക്കണ്ട. കോടതിയിലെ കേസ് ഫയലിൽ പോലും സ്വീകരിക്കില്ല. ചന്ദ്രമതി, നിക്കവിടെ. അവള് നിക്കാൻ പറഞ്ഞ ചേച്ചി എന്തിനാ നിക്കുന്നത്? സ്വന്തം മരുമോനെ നിർത്തേണ്ടടുത്ത് നിർത്ത ആദ്യം, എന്നിട്ട് മതി ചേച്ചിയോട് നിക്കാൻ പറയുന്നത്. ചേച്ചി വന്നേ, പോവാ. നടക്ക്. മര്യാദക്ക് നടക്കാനല്ലേ പറഞ്ഞു. നിക്കടെ അവിടെ. കൈയെടുക്ക്. ചന്ദ്രമതി, മറ്റാരെങ്കിലും കീ കൊടുത്തു വിടുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രമാവാതെ മനസാക്ഷി പറയുന്നത് ചെയ്. പ്രഭാവതി എന്നെ അനുസരണ പഠിപ്പിക്കണ്ട. അതെ, സ്വന്തം വീട്ടിലുള്ളവരെ പഠിപ്പിക്കുക ആദ്യം. ഭർത്താവ് കൊലപാതകി, മോനും മരുമോളും കൂടി മീരയെ കൊന്നു. എന്നിട്ട് ശിക്ഷ കിട്ടിയതോ ഒരു പാവം പ്രകാശ് മേനോനും. ഇപ്പതേ മരുമോന് സ്ത്രീപീഡനവും, അതും സ്വന്തം അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയോട്. ചന്ദ്രമതി, എന്റെ മുഖത്ത് നോക്കി പറ, ഗിരീഷ് നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചോ? എനിക്ക് പ്രഭയോട് സംസാരിക്കാൻ പറ്റില്ല. പറ്റില്ല, എനിക്കറിയാം. കാരണം സഹോദരനുമായിട്ട് ചേർന്ന് ഒരു വലിയ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ കുട്ടിയെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കല്ലേ. ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റില്ല, മുഖത്തു നോക്കാൻ പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. കുറ്റബോധവും മനസാക്ഷി കുത്തും കൊണ്ട് തല കുനിഞ്ഞു പോകും. എന്റെ ചോദ്യങ്ങളിൽ നിന്ന് ചന്ദ്രമതിക്ക് ഇപ്പൊ മുഖം തിരിക്കാം. പക്ഷെ മനസാക്ഷിക്ക് മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റുമോ നിനക്ക്? രക്ഷപ്പെടാൻ പോകുന്നില്ല ചന്ദ്രമതി. സ്വന്തം മനസാക്ഷി നിന്നെ വേട്ടയാടി പിടിക്കും. അവിടെ നിന്റെ മുൻപിൽ നിന്ന് സംസാരിക്കാൻ ഒരു ത്യാഗരാജനും ഉണ്ടാവില്ല. നിനക്ക് വേണ്ടി പറയാൻ നീയേ കാണൂ. മതി, നിർത്ത. വഴി തടഞ്ഞു നിർത്തി ഇരയെ ആക്ഷേപിച്ചതിന് അടുത്ത കേസും കൂടെ ചാർത്തി തരും ഞാൻ. ചാർത്തറ, നിന്റെ കേസ് കെട്ട് ഞാൻ അവധിക്ക് വെച്ചിരിക്കുകയായിരുന്നു. ഇനി താമസിക്കില്ല. നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ചേച്ചി, ഇവരോട് സംസാരിച്ച് എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. ചന്ദ്രമതി, നീ അപകടത്തിലേക്കാ പോകുന്നത്. ത്യാഗരാജന്റെ താളത്തിന് തുള്ളി നീ ഒരു പടുകുഴിയിലാണ് വീഴാൻ പോകുന്നത്. രക്ഷപ്പെടാനുള്ള അവസരമായത്. നീ സിയോട് കയറി പറ,
ഇത് കള്ളക്കേസാണെന്നും. എന്ത് കള്ളക്കേസ്? ഒരു കള്ളക്കേസും അല്ല. പിന്നെ എന്റെ മനസാക്ഷി ഓർത്ത് മറ്റാരും വിഷമിക്കണ്ട. എന്റെ മനസാക്ഷിയോട് ഞാൻ പറഞ്ഞോളാം. ത്യാഗരാജ, പോവാം. ചന്ദ്രമതി, ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയിട്ടാണെങ്കിൽ പോലും നീ ഈ ചെയ്യുന്നത് വലിയ പാപമാണെന്ന് നീ അറിയുന്നുണ്ടോ? നിനക്കിതിന് ശിക്ഷ കിട്ടാതെ പോവില്ല ചന്ദ്രമതി. ആദ്യം സ്വന്തം മരുമോന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്ക്. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. സാധാരണ ഇതിന് ഞാൻ തന്നെ ശിക്ഷ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാത്തതിന് ഞങ്ങളോട് നന്ദി പറയാ വേണ്ടത്. സ്ത്രീ പീഡനത്തിന് എന്റെ ശിക്ഷ എന്താണെന്നറിയാമോ? മരണം. എടാ ത്യാഗരാജ, നീ എന്റെ മുഖത്ത് നോക്കി പറ എന്നെ കൊല്ലുന്നു. അതിനുള്ള ധൈര്യം നിനക്കൊണ്ടോടാ? കഴിഞ്ഞതൊക്കെ നീ മറന്നുപോയോ? നിന്റെ ജീവൻ എന്റെ ഔദാര്യമാടാ. എന്നിട്ട് നീ എന്നെ കൊല്ലുന്നല്ലേ? നിന്റെ ഗുണ്ടകൾ എസ്തപ്പാനെ തല്ലി ആശുപത്രിയിലാക്കി. അതിന്റെ ധൈര്യത്തിലാവും നീ ആളാകുന്നത്. ഒരു എസ്തപ്പാനെ കണ്ടല്ലടാ പ്രഭാവതി ജീവിച്ചത്. ഒരു വെളിപ്പാടകലെ 1000 എണ്ണം ഉണ്ട്. പക്ഷെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിന്റെ വിധി ഇനി അയാള് തീരുമാനിക്കും. ഈ എസ്തപ്പാൻ പുറത്തിറങ്ങുന്ന ദിവസമായിരിക്കും ഈ ഭൂമിയിലെ നിന്റെ അവസാന ദിവസം. എന്താ നീ പറഞ്ഞേ? ഇവർക്ക് വട്ടാ. ചേച്ചി വന്നേ, പോവാ, നടക്ക്. എനിക്ക് വട്ടോ? അന്ന് ഈ എസ്തപ്പാന്റെ തല്ലുകൊണ്ട് നിനക്കല്ലടാ മാനസിക നില തെറ്റാറായത്. അന്ന് കരഞ്ഞ് കാലു പിടിച്ച് രക്ഷപ്പെട്ടു പോയതല്ലേടാ നീ. ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടതല്ല നീ. അനുഭവിച്ച് തീർത്തിട്ട് പോകാൻ ബാക്കി വെച്ചതാ നിന്നെ. തീർക്കും ഞാൻ. ചേച്ചി വന്നേ, പോവാ. ഇതാരൊക്കെയായത്? എത്ര കാലമായി കണ്ടിട്ടല്ലേ? സുഖങ്ങളൊക്കെ തന്നെ. നാട്ടിൽ മഴയുണ്ടോ? അതേടാ, മഴയത്ത് നിന്നെ കുളിപ്പിച്ച് കിടത്തുന്നുണ്ട്. കുളിപ്പിച്ച് കിടത്തുമെന്നാണോ കുടിപ്പിച്ച് കിടത്തുമെന്നാണോ പറഞ്ഞേ? കള്ള് കുടിപ്പിക്കാൻ മിടുക്കനാ, പക്ഷെ കുടിക്കുന്ന ആള് കുടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. മാഡം, കേസിന്റെ കാര്യം എന്തായി? എടാ, കേസിന്റെ കാര്യം എന്തായെന്നോ? സ്ത്രീ പീഡനത്തിന് ശിക്ഷ അറിയാലോ. അവനെയൊക്കെ ആജീവനാന്ത അകത്ത് കിടത്തോടാ. ത്യാഗരാജൻ കുടിപ്പിച്ച് കിടത്തുന്നവനല്ല, അകത്ത് കിടത്തുന്നവനാണെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവും. ഓ, അത് ശരി. കേസപ്പോ പീഡനമായോ? എന്നാതൊന്നും അറിയണമല്ലോ. എന്താടോന്നോ? തന്റെ ചേച്ചിയും എന്റെ കക്ഷിയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താന്ന് തനിക്ക് അറിയാവോ? പ്രഭാ മാഡത്തിന്റെ മുന്നിൽ വെച്ച് തുറന്നു പറയാൻ മടിയുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല.
വഴിവിട്ട പ്രണയം. അതെ, ഗിരീഷും ചന്ദ്രമതിയും വഴിവിട്ട പ്രണയത്തിലായിരുന്നു. ആ പ്രണയത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ചന്ദ്രമതി ഉറച്ചു നിന്നു. അതിനെ തുടർന്നാണ് താൻ ഗുണ്ടകളെ വിട്ട് ഗിരീഷിനെ ആക്രമിച്ചത്. ചന്ദ്രമതി നിന്ന് രക്ഷപ്പെടാനാണ് എന്റെ കക്ഷി ഗിരീശൻ വിവാഹം കഴിച്ചത് തന്നെ. പക്ഷേ ചന്ദ്രമതി ഗിരീഷിനെ വിടാൻ തയ്യാറായിരുന്നില്ല. എന്ത് വായി തോന്നിയൊക്കെ ഈ പറയുന്നേ? എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നേ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.